ഞാനൊരിക്കലും രേണുസുധിയെ കല്യാണം കഴിക്കില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. എൻ്റെ ന്യൂസിലൊക്കെ കണ്ടവർ കല്യാണം കഴിക്കാൻ പോകുന്നവരെയാണ്. ഞാനൊരിക്കലും രേണുസുധി കല്യാണം കഴിക്കില്ല. കാരണം എനിക്ക് അവരെ താല്പര്യമില്ല. അതെ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആരെ കെട്ടിയാലും ആറാട്ടെണ്ണ നിങ്ങളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഞാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല കല്യാണം കഴിക്കണം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും നമ്മുടെ രണാസുനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്ത് പറയാനാണ്? നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ രേണുസുതി വിവാഹിതയാകാൻ പോവാണ്. വരാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ തന്നെ രേണുസുതിയെ പോലെ തന്നെ ഒരു വൈറൽ താരമായിരുന്നു ആറാട്ടണ്ണൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. സന്തോഷ് വർക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ച ഒരാളാണ്. സിനിമ റിവ്യൂ ഒക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആറാട്ടണ്ണനും രേണുസുതിയും ഒന്നാകാൻ പോവുകയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് രേണുസുതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് രേണുസുതിയായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ് ആറാട്ടണ്ണൻ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വിവാഹ അഭ്യർത്ഥനയായിട്ട് ആറാട്ടണ്ണനെ രേണുസുതി സമീപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ ലൈവിൽ വന്നിട്ട് വെറുതെ പറയേണ്ട കാര്യമുണ്ടോ, എനിക്ക് രേണുസുതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല എന്ന്. അപ്പൊ ഇത് കണ്ട രേണുസുതി വന്നിട്ട് പറയുന്നു, ഞാൻ വേറെ ആരെ കല്യാണം കഴിച്ചാലും ആറാട്ടണ്ണനെ കല്യാണം കഴിക്കില്ല എന്ന് രേണുസുതിയും പറയുന്നു. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ അഭ്യർത്ഥന നടത്തിയെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടുപേരും വന്നിട്ട് പറയുന്നു കല്യാണം കഴിക്കുന്നില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്തായാലും ഇവർക്കിടയിൽ എന്തോ ഒന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ, ചേരും. ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ രേണുസുതിക്ക് പറ്റിയ ഒരു കോംബോ തന്നെയാണ് ആറാട്ടണ്ണൻ. എന്തായാലും പുള്ളിക്കാരൻ ഇതിനു മുന്നേയും വന്നിട്ട് ഇതുപോലെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രേണുസുതി ആയിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു രേണുസുതി ആറാട്ടണ്ണന്റെ പുറകെ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ വെറുതെ ലൈവിൽ വന്നിട്ട് പറയേണ്ട കാര്യമുണ്ടോ, എനിക്ക് രേണുസുതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. ഇത് കണ്ട രേണുസുതിയുടെ സ്റ്റോറി, ഇൻസ്റ്റഗ്രാം സ്റ്റോറി വന്നിരിക്കുകയാണ്, ഞാൻ വേറെ ആരെയൊക്കെ കല്യാണം കഴിച്ചാലും ആറാട്ടണ്ണനെ കല്യാണം കഴിക്കില്ല എന്ന്. എന്തോ ഒരു പരിഭവത്തിൽ പറയുന്ന പോലെ. എന്തായാലും കൊള്ളാം കേട്ടോ. ഒരുമിക്കുവാണെങ്കിൽ ഇവർ ഒരുമിക്കണം. കാരണം ഏകദേശം രണ്ടുപേരും ഒരുപോലെ തന്നെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു രേണുസുതിയെക്കാട്ടി കുറച്ചുകൂടെ എന്തുകൊണ്ടും ബെറ്റർ ഈ പറയുന്ന ആറാട്ടണ്ണൻ തന്നെയാണ്. പുള്ളിക്കാരൻ സിനിമ റിവ്യൂ ഒക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്ന ഒരാളാണ്. അവസാനം ഇപ്പൊ ഈ പല്ല് പോയ സിംഹത്തെ പോലെ അധികാരം മൈൻഡ് ചെയ്യാതെയൊക്കെ പുള്ളി ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അലിൻ ജോസ് പെരേര, ഇപ്പൊ എന്താ പറയാ, ആ ഒരു സ്ഥാനം അലിൻ ജോസ് പെരേരയാണെന്ന് തോന്നുന്നു ഏറ്റെടുത്തിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് നമ്മുടെ രേണുസുതിയും ആറാട്ടണ്ണനും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കാരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ രേണുസുതിക്കുള്ളൂ. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു എന്തോ ഒരു മത്ത തലക്ക് പിടിച്ചിരിക്കുന്ന പോലെയാണ്. വൈറലാകാൻ വേണ്ടി അല്ലെ റീച്ച് പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട് നമ്മുടെ രണാസുന. നിങ്ങളാണ് കൊടുക്കേണ്ടത്. ദാസനും കൊടുക്കാൻ അതെന്നാ ഊത്തോ ദാസത. ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന കുൽസിതങ്ങളാണ്. ഇവരുടെ ഷൂട്ടിങ്ങും ഈ അഭിനയം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ വലിയ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണെന്ന് തോന്നും. ഈ ആൽബം ഇറങ്ങിക്കഴിയുമ്പോ കാണാം നമുക്ക് ഇതിന്റെ ഇത്രയും വലിയ വിവാദം ഉണ്ടാക്കി ഈ ആൽബത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ആൽബം ഇറങ്ങിക്കഴിയുമ്പോ നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു ആൽബത്തിന്റെ ഡയറക്ടർ ഒരു പെണ്ണാണ് കേട്ടോ. ആ ഒരു പെണ്ണ് വല്ല സിനിമയൊക്കെ എടുക്കാതിരുന്ന ഭാഗ്യം കേട്ടോ. അയ്യോ, ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഈ പെണ്ണിന്റെ മിക്ക ആൽബങ്ങളും ഇതുപോലെ കുൽസിതം നിറഞ്ഞ ആൽബങ്ങളാണ്. സത്യം പറഞ്ഞ കഷ്ടം തന്നെ. എത്രയോ കഴിവുകളുള്ള ആൾക്കാരുണ്ടല്ലേ ഇപ്പൊ ആൽബം അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ഇതുപോലെ കുറെ എണ്ണങ്ങളെ ഡയറക്ടറാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കും. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടന്ന് നമ്മുടെ ഇതിൽ തന്നെയാണ് അവര് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. അത് ദാസേട്ടനും രേണു ചേച്ചിയും പിന്നെ രതീഷൊക്കെ കൂടിയിട്ട് റീൽ എടുത്തതാണ് അല്ലേ? പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചെന്ന കേസിൽ എനിക്ക് അവരെ എന്റെ അടിമയൊക്കെ നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ സമയത്താണ് ആ വീഡിയോ എടുത്തത്.
അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. അതിലെന്തോ ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ല അത് ആവുന്നത്. നിങ്ങൾ ആൽബത്തിൽ അങ്ങനെ എന്താ 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കും. ശരിക്കും റീലായിരുന്നു അത് വീഡിയോ വിഷ്വൽ റീൽ പ്രൊമോഷൻ എടുക്കുന്നത് റീലായിരുന്നു അത്. പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്. അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എന്റെ ഇഷ്ടപ്രകാരം. അപ്പൊ അത് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു കക്ഷിയാണ് രേണുവിന്റെ ഈ ഒരു കുൽസിത ആൽബത്തിന്റെ ഡയറക്ടർ. ഓളുടെ നിർദ്ദേശപ്രകാരമാണ് ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ അങ്ങോട്ട് നടന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും രേണുസുതി ഒന്നുകൂടെ അങ്ങ് കത്തി കയറിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അധികം ആൾക്കാരുടെ സപ്പോർട്ടും ഇഷ്ടവും കൂടെ ഈ ഒരു ഷൂട്ടിംഗ് കൊണ്ട് ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു കാരണക്കാരി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ടർ പെണ്ണും കൂടിയാണ്. കാരണം ഇവര് ആൽബം എടുക്കുക അല്ലെ എന്തെങ്കിലും ചെയ്യട്ടെ, അത് ആ ആൽബം ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടാ പോരെ, അതല്ലേ അതിന്റെ ഒരു ന്യായം. ഇത് ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കുറെ ഓൺലൈൻ ചാനലുകാരെയും കൊണ്ടുപോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ A-Z, അതായത് ആ ഒരു ആൽബത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സീനുകളും ഓൺലൈൻ ചാനലുകളിലൂടെ അങ്ങോട്ട് പ്രദർശിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കത്തില്ലേ? അതന്നെ ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഇവളാണ് ആ ഒരു ആൽബത്തിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. കൊള്ളാം. ഇപ്പൊ ഓള് കാലുവാരി എന്ന് വേണം പറയാനായിട്ട്. കാരണം ആ ഒരു ആൽബം ലൊക്കേഷനിൽ നടന്ന കെട്ടിപ്പിടുത്തവും ബാക്കി മീഡിയക്കാർ എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം റീൽസ് ആണ്. ഇതൊന്നും ഈ ഒരു ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ല എന്നാണ് ഇപ്പൊ ഈ ഒരു പെണ്ണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. എല്ലാവരും അവസാനം രേണുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കാലുവാരി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എല്ലാം കൊള്ളാം. കാരണം രേണു ആയിക്കോട്ടെ, രേണുവിനെ അഭിനയിപ്പിക്കുന്നവരായിക്കോട്ടെ, രേണുവിന്റെ കൂടെ അഭിനയിക്കുന്നവരായിക്കോട്ടെ, എല്ലാം കണക്ക് തന്നെയാണ്. bye bye.